ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം. യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. 9-ാം സങ്കീർത്തനം ചമച്ചത് ദാവീദാണ്. ദാവീദ് സങ്കീർത്തനം തുടങ്ങുന്നത്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. തൻ്റെ ജീവിതാനുഭവത്തില് ദൈവം ചെയ്ത ഒത്തിരി അത്ഭുതങ്ങൾ വർണ്ണിക്കാനുണ്ട്. ഞാൻ ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന ഒരു ആത്മീക സന്ദേശം കൂടെ പറയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെ മറ്റുള്ളവരോട് വർണ്ണിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. എന്തെല്ലാം അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്നതും ഏറെ നല്ലത്. തൻ്റെ ജീവിത അനുഭവത്തിൽ താൻ പറയുകയാണ്, യഹോവ പീഡിതന് ഒരഭയസ്ഥാനമാണ്. ജീവിതം പലതരത്തിലുള്ള പീഡനത്തിലൂടെ കടന്നുപോയ സാഹചര്യം ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോഴും ശാരീരികമായും മാനസികമായും പീഡനത്തിലൂടെ കടന്നു പോകുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്കൊരു വിടുതൽ എവിടെ നിന്ന് ലഭിക്കും? എനിക്ക് ചെന്നൊളിക്കാൻ ഒരു സ്ഥലം എവിടെയുണ്ട്? എന്നെ ഈ അവസ്ഥയിൽ നിന്ന് ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ ഹെരോദ രാജാവ് സഭയിലുള്ളവരെ പീഡിപ്പിക്കേണ്ടതിന് കരം നീട്ടി. ഹെരോദാവ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ 12-ാം അധ്യായം വിവരിക്കുമ്പോൾ പീഡനം അടിച്ചുവിട്ട പ്രതിസന്ധിയുടെ സാഹചര്യങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ വിടുതൽ എന്താണെന്ന് ആ വചനങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പത്രോസ് അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടു. പീഡനങ്ങൾ അഴിച്ചുവിട്ട രാജാവിന്റെ ജീവിതത്തിൽ തമ്പുരാന്റെ കൈ പ്രതികൂലമായി മാറി. അപ്പൊ ഇവിടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുക, യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. ആരുമില്ലെന്ന് നിരാശപ്പെടണ്ട. ആരെല്ലാം പീഡനങ്ങൾ അഴിച്ചുവിട്ടാലും, ആരെല്ലാം വെല്ലുവിളികൾ അഴിച്ചുവിട്ടാലും ചെന്നൊളിക്കുവാൻ, ചെന്ന് ശാന്തമായി സന്തോഷിക്കുവാൻ കഴിയുന്നൊരു ഇടം നിനക്കുണ്ട്. അത് സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിലാണ്. നമുക്ക് ആ പാദത്തിൽ ഇരുന്നു കൊണ്ട് പറയാം, എനിക്കൊരു അഭയസ്ഥാനമുണ്ട്, അതെന്റെ ദൈവമാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനുഷ്യ ജീവിതത്തിൽ നേരിടുന്ന ശാരീരിക മാനസിക തലങ്ങളിലെ പീഡനങ്ങൾക്ക് ചെന്നൊളിക്കുവാൻ ഒരു അഭയസ്ഥാനമില്ലാതെ ഹൃദയം ബിംബിപ്പൊട്ടുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ, ഞാൻ നിനക്കൊരു അഭയസ്ഥാനമാണ്. കർത്താവെ, പ്രതിസന്ധികളിൽ ഓടി ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് സമാധാനിക്കുവാൻ, ആശ്വസിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിനക്കൊരു അഭയസ്ഥാനമാണ്. പ്രതിസന്ധികളിൽ ആ ദൈവപാദപീഠത്തിൽ ചെന്ന് ചേർന്നിരിക്കാം. ഗോഡ് ബ്ലസ് യു.